ഹായ്, നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോണ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ്. ഏകദേശം ഒരു കൊല്ലം 2024 സെപ്റ്റംബറിൽ ഉള്ള വീഡിയോ ആണ്. കാരണം ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഞാനൊന്ന് ഓടിച്ചു നോക്കി, ആ വീഡിയോ കണ്ടു നോക്കി. അപ്പോൾ ഈ സിനിമാക്കാരെ നിരന്തരം ഒരു ഭീഷണിയായിട്ട് മാറുന്ന ഒരു വീഡിയോ ആണത്. അതായത് ഒരു സിനിമയിൽ എന്തോ ഒരു പരസ്യം കണ്ടിട്ട് ഒരു പെൺകുട്ടി, ഒരു അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി, യുവതി ഇങ്ങനെ ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കുകയാണ്, നമുക്ക് പുതിയ നടിമാരെ താരങ്ങളെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കണം. അപ്പം എറണാകുളം ഭാഗത്തോടാണ് ഇന്ന് ഇത് വിളിക്കുന്നത്. കാരണം എടപ്പള്ളിക്ക് വരാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എടപ്പള്ളിക്ക് പോണ കാര്യം പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോൾ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാണ്. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചപ്പോൾ പെൺകുട്ടി ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. അല്ല, കുറേയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യണം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാവും. ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു ശരീരം പങ്കിടാനായി, അത് കടക്ക പങ്കിടാനായി, അത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടാൻ ആണ് ഇവർ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മൂളയുള്ള ആൾക്കാർക്ക്, അതായത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഇവർക്ക് പെൺകുട്ടിക്ക് മനസ്സിലായില്ല ഇതെന്താണെന്നുള്ളത്. ലാസ്റ്റ് പറഞ്ഞ് അപ്പോൾ നമുക്ക് അശ്വതിനെ വിശദമായിട്ടൊന്ന് കാണണം. അപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, വിശദമായിട്ട് കാണാൻ, അതിന് കുഴപ്പമൊന്നുമില്ല. എപ്പോൾ വരാൻ പറ്റും, ഞാൻ ലൊക്കേഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇത് പള്ളിയുടെ അവിടെ ഉണ്ടാവും. അങ്ങനെ ഈ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ പോയിട്ട് ഇവരെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നപ്പം പ്രൊഡക്ഷൻ കൺട്രോളർ ആരൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ പെൺകുട്ടിക്ക് ഈ കാര്യം മനസ്സിലായി, ഇത് കടക്ക പങ്കിടാനുള്ള പരിപാടിയാണ്. അതായത് കാരണം അവരുടെ സുഖം തീർക്കണമല്ലേ ഏതായാലും പെണ്ണിനെ കാണുമ്പോൾ, അതിനുള്ളൊരു അടവാണ്. എന്നാൽ സിനിമ റോൾ കൊടുക്കുകയും ചെയ്യുക, അഭിനയം കഴിഞ്ഞ് കഴിയാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവരുടെ സുഖവും ഇവർക്ക് പൈസയും വേണേൽ കൊടുക്കാമല്ലോ. അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ചോദിച്ചു വന്നത്. ലാസ്റ്റ് ഈ പെൺകുട്ടി എടുത്തടിച്ചതുപോലെ ചോദിച്ചു, നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലേ? അപ്പൊക്കെ ഇവൻ വയലൻ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു, അശ്വതിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേറെ 100 പെണ്ണുങ്ങളെ കിട്ടാനുണ്ട്, കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവൻ മര്യാദരാമനായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ പറഞ്ഞതായിട്ടൊന്നുമില്ല. കാരണം ഇവൻ അവിടെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ, ഇങ്ങനെ അഭിനയിക്കാൻ പിടിച്ചതാണ്. പക്ഷേ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി, അവൾ ചൂടായി അനാവശ്യം പറഞ്ഞോളൂ ചോദിച്ചുകൊണ്ട് അടിച്ചില്ല എന്ന് തോന്നുന്നു. അടിക്കുന്നതായിട്ട് അവിടെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ചെല്ലുന്നതായിട്ടുള്ള ഒരു സൗണ്ടാണ് നമുക്ക് കേട്ടത്. കാരണം ഇത് ഓഡിയോ ആണ്, ദേഷ്യപ്പെട്ട് ചെല്ലുന്നതായിട്ട് ഒരു സൗണ്ടാണ് കേട്ടത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ല, ഓഡിയോ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നാറികളും ഞരമ്പ് രോഗികളുടെ എല്ലായിടത്തും ഉണ്ട്, സിനിമയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം ഇപ്പോൾ ഈ സിനിമയിലൊക്കെ ചില സംവിധായകർക്ക് കടന്നു കൊടുക്കില്ല, അല്ല പ്രൊഡ്യൂസർക്ക് കടന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ നടിക്ക് സിനിമ പുതിയതായിട്ട് അഭിനയിക്കാൻ പോകുന്ന നടിക്ക് റോളില്ല. അതാണ് ഇതിൽ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? മലയാളികളായ എല്ലാവരും ആൾക്കാരും ഇത് കേൾക്കണം. ഈ പെണ്ണുങ്ങളെ ഒന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആണുങ്ങളാണ് ചോദിക്കൽ, ആണുങ്ങളാണെങ്കിൽ പറയും പൈസ വേണമെന്ന് പറയും. പൈസ എന്തിനാണെന്നറിയോ? ഒരു സിനിമ അഭിനയിക്കാൻ 5000 10,000 ഒക്കെ വേണം. കാരണം എനിക്കറിയാം, ഞാൻ 2019 ഡിസംബറിൽ കല്ലമ്പലത്തിൽ ഓഫീസിൽ പോയി, സിനിമയുടെ ഒരു ഓഫീസിൽ പോയി. അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ റെഡിയായി. അപ്പോൾ എന്നെക്കൊണ്ട് 1-2 ഡയലോഗുകളൊക്കെ പറയിച്ചു. അപ്പോൾ അത് കറക്റ്റ് ഇവർ ഈ ഷൂട്ട് ചെയ്യാൻ പോണ കഥയുടെ ഒരു ഭാഗം, ഒരു ഡയലോഗാണ് പറയിക്കുന്നത്. അത് ഇവർ പറഞ്ഞു തരും, നമ്മളതനുസരിച്ച് പറയണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ കറക്റ്റായി എന്ന് പറഞ്ഞ് ഇവർ കാർഡ് തരും നമുക്ക്. ഇവർ ഏതൊക്കെ പടം ഇറക്കി എന്നുള്ളതിൻ്റെ ഒരു വാൾ പോസ്റ്റ് പോലെ ഒരു ചെറിയ കാർഡ് നമുക്ക് തരും. അതിൻ്റെ ബാക്കിൽ ഓക്കെ എന്ന് ഇടും. ഓക്കെ എന്ന് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് എത്രയും വേഗം സിനിമയിൽ അഭിനയിക്കാൻ പറ്റും, ഞങ്ങൾ അടുത്ത പടത്തിൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ട്
അപ്പം നമ്മളൊക്കെ എന്ത് കരുതും, ആ ശരി ഒരു റോള് കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ നിൽക്കും. പക്ഷേ അതല്ല ചെയ്യുന്നത്. അത് പിന്നെയും പോയിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഈ എന്താ പറയുക, പിന്നെ പറയാം 5000 വേണമെന്ന് പറയും, 5000 രൂപ വേണമെന്ന് പറയും. എന്നാലും നിങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ആ ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ. ശരിക്കും ഇവരുടെയൊക്കെ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് വേണ്ടിയത്, ഇങ്ങനെ ഈ പൈസ ചോദിക്കുന്നതിന്. എന്താ കാര്യം എന്നുള്ള അറിയില്ലല്ലോ. ഈ പൈസ ചോദിക്കുന്നത്, ഈ പൈസ ചോദിക്കേണ്ട കാര്യം സാധാരണ നമ്മൾ സിനിമയായാലും സീരിയലായാലും അഭിനയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനല്ല, ഇത് നേരെ തിരിച്ചാണ്. ഇതെന്താണ് കുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പൈസ ആയിട്ട് ഇവർ പുട്ടടിക്കാനാവും. പുട്ടടിച്ചിട്ട് ഈ പൈസ നമുക്ക് കിട്ടാനും പോണില്ല, പടത്തിൽ അഭിനയിക്കാനും പോണില്ല. അതാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഈ പെണ്ണിനോട് ചോദിക്കുന്നത്. പെണ്ണിന് ലാസ്റ്റ് കാര്യം മനസ്സിലായി, ഇതിങ്ങനെ കടന്നു കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് റോള് തരും, അതിനൊരു അഭിനയിക്കണം, അതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ എല്ലാവരും പെൺകുട്ടികളുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പെൺകുട്ടികളെയൊക്കെ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിക്കാൻ വിടുമ്പം അതിൻ്റെ പുറകിലൊരു ഇങ്ങനെയുള്ള ഗുട്ടൻസ്, ചതികൾ, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാ തന്തന്മാരും തള്ളന്മാരും സഹോദരങ്ങളും സഹോദരിമാരും മനസ്സിലാക്കിയ നല്ലത്. അത് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരി, എന്നാൽ ഓക്കെ, നിർത്തുകയാണ്. ഓക്കെ.